ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റുമായി ബന്ധപ്പെട്ട് വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. നോക്കാം. സെക്രട്ടേറിയറ്റ് അതുപോലെ തന്നെ PSC ഓഡിറ്റ് വകുപ്പ് തുടങ്ങിയവയിൽ അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ഓഡിറ്റർ വിജ്ഞാപനം ഡിസംബർ 31 പ്രസിദ്ധീകരിക്കും എന്നാണ് പറയുന്നത്. 2025 ജനുവരി 29 രാത്രി 12 മണിയാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന സമയം. ഓൺലൈനിലായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്താത്തവർ അതിനുള്ള നടപടികൾ പൂർത്തിയാക്കിയാൽ നിങ്ങൾക്കും നിങ്ങളുടെ വൺ ടൈം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കാം. നിലവിൽ പ്രൊഫൈലുള്ളവർ അതിലൂടെയാണ് അപേക്ഷിക്കേണ്ടത്. സെക്രട്ടേറിയറ്റ്, PSC, ഓഡിറ്റ് വകുപ്പ് എന്നിവയ്ക്ക് പുറമെ അഡ്വക്കേറ്റ് ജനറൽസ് ഓഫീസ്, എറണാകുളം ഓഫീസ് ഓഫ് ദി വിജിലൻസ് ട്രിബ്യൂണൽ, സ്പെഷ്യൽ ജഡ്ജ് ആൻഡ് എൻക്വയറി കമ്മീഷണർ ഓഫീസ് എന്നിവിടങ്ങളിലും അസിസ്റ്റന്റ് നിയമനം ഈ റാങ്ക് പട്ടികയിൽ നിന്നാണ് നടത്തുന്നത്. തസ്തികയുടെ പേര് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഓഡിറ്റർ ആണ്. ശമ്പള സ്കെയില് പഴയ സ്കെയിൽ പറയുന്നത് 27,800 മുതൽ 59,400 വരെയാണ്. പഴയ സ്കെയിലാണ്. ഒഴിവുകൾ, പ്രതീക്ഷിത ഒഴിവുകളുണ്ട്. നിയമന രീതി നേരിട്ടുള്ളതും തസ്തിക മാറ്റവും, അത് രണ്ടും വെവ്വേറെ വിജ്ഞാപനമായിട്ട് വരും. പ്രായപരിധി നോക്കാം. 18 മുതൽ 36 വയസ്സ് വരെയാണ്. 2/1/1988 1/1/2006 ഈ രണ്ട് തീയതികളും ഉൾപ്പെടെ അതിനിടയിൽ ജനിച്ചവർ. SC/ST വിഭാഗക്കാർക്ക് ഉയർന്ന പ്രായപരിധിയിൽ 5 വർഷവും മറ്റു പിന്നോക്ക വിഭാഗക്കാർക്ക് 3 വർഷവും ഇളവ് അനുവദിച്ചിട്ടുണ്ട്. ഇതിൽ യോഗ്യതയാണ് അടുത്ത് നോക്കുന്നത്. അംഗീകൃത സർവകലാശാല ബിരുദം അല്ലെങ്കിൽ അതിന് തത്തുല്യമായതോ വേണം. ഇത്തവണയും 2 ഘട്ട പരീക്ഷയിലൂടെയാണ് റാങ്ക് പട്ടിക തയ്യാറാക്കുന്നത്. പ്രാഥമിക പരീക്ഷ വിജയിക്കുന്നവർക്കുള്ള മുഖ്യ പരീക്ഷയ്ക്ക് ഇത്തവണ 2 പേപ്പറുകൾ ഉണ്ടാകുമെന്ന് PSC അറിയിച്ചിട്ടുണ്ട്. 100 മാർക്ക് വീതമുള്ളവയാണ് 2 പേപ്പറും. കഴിഞ്ഞ തവണ മുഖ്യ പരീക്ഷയ്ക്ക് 1 പേപ്പറായിരുന്നു. മുഖ്യ പരീക്ഷയ്ക്ക് 2 പേപ്പറിലുമായി ലഭിക്കുന്ന മാർക്കും അതുപോലെ തന്നെ അഭിമുഖത്തിന്റെ മാർക്കും ഇന്റർവ്യൂവിന്റെ മാർക്കും ചേർത്താണ് റാങ്ക് നിർണ്ണയിക്കുന്നത്. പ്രാഥമിക പരീക്ഷയുടെ മാർക്ക് മുഖ്യ പരീക്ഷ എഴുതാനുള്ള തിരഞ്ഞെടുപ്പിന് മാത്രമേ പരിഗണിക്കുകയുള്ളൂ. വിശദമായ പാഠ്യപദ്ധതിയും അതുപോലെ തന്നെ പരീക്ഷാ പദ്ധതിയും വിജ്ഞാപനത്തിനൊപ്പം പ്രസിദ്ധീകരിക്കുന്നതാണ്. ആകെ റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവിൽ 4% ഭിന്നശേഷിക്കാർക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ലിസ്റ്റിൽ എത്ര നിയമന ശുപാർശ പോയിട്ടുണ്ടെന്ന്. ഇതുവരെ 419 നിയമന ശുപാർശകളാണ് PSC അയച്ചിട്ടുള്ളത്. അതിൽ ഓപ്പൺ കോമ്പറ്റീഷനിൽ 285 റാങ്ക് വരെയുള്ളവർക്ക് നിയമന ശുപാർശ ലഭിച്ചു. മറ്റ് സംവരണ വിഭാഗം ഇങ്ങനെയാണ്. EWS 321 റാങ്ക് വരെ പോയി. ഈഴവ 303, SC സപ്ലിമെന്ററിയിൽ നിന്ന് 22, ST സപ്ലിമെന്ററിയിൽ നിന്ന് 10, മുസ്ലിം 414, LC ബാർ AI 789, OBC 304, വിശ്വകർമ്മ 458, SIUC നാടാറ് 566, SCC സപ്ലിയിൽ നിന്ന് 3, ധീവര 695, ഹിന്ദു നാടാർ 610, LB 4, HI 5, LD ബാർ CP 5, MD ബാർ MI 11, B ബാർ T 14. ഇപ്പോഴത്തെ റാങ്ക് പട്ടികയുടെ കാലാവധി കഴിയുന്നത് 2026 ഏപ്രിൽ 11 11 വരെ നമുക്ക് ഇപ്പോഴത്തെ റാങ്ക് പട്ടികയുടെ കാലാവധി ഉണ്ട്. 2026 ഏപ്രിൽ 11 വരെ. അതിനുശേഷമായിരിക്കും പുതിയ പട്ടിക പ്രസിദ്ധീകരിക്കുക. ഇത്തരത്തിലുള്ള PSC റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകൾ വളരെ പെട്ടെന്ന് അറിയാൻ നമ്മുടെ കൂടെ കൂടുമല്ലോ. സോ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.